ബംഗ്ലാദേശിലെ മതവർഗീയവാദികൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ നേതാക്കളിൽ പ്രമുഖനും അവിടുത്തെ ഇൻക്ലാബ് മഞ്ചിന്റെ നേതാവുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയാണ് ഈയിടെ വെടിയേറ്റ് മരിച്ചത്. അദ്ദേഹത്തിന് വെടിയേറ്റിട്ട് ഏതാനും ദിവസങ്ങളായി. കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അദ്ദേഹം മരിച്ചതോടുകൂടി ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ കലാപം നടക്കുകയാണ്. ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ, ഢാക്കയിലെയും അതേപോലെ തന്നെ ചിറ്റഗോങ്ങിലെയും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരിക്കുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ആ പത്രങ്ങൾ ശരിക്കും തീ വെച്ച് നശിപ്പിക്കരുത്. പത്ര ഓഫീസ്, അവിടെയൊക്കെ പത്രപ്രവർത്തകർ ഇരിക്കുന്ന സമയത്താണ് പത്രം ഓഫീസിന് നേരെ തീ വെക്കുന്നത്. അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അതേപോലെ തന്നെ അതിനിടയിൽ മതനിന്ദ ആരോപിച്ച ഒരു ഹിന്ദുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ ഭീകരമായ അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. ആരാണോ ബംഗ്ലാദേശിന്റെ മോചനത്തിന് വേണ്ടി നേതൃത്വം നൽകിയത്, അതേ മുജീബ് റഹ്മാന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവാമി പാർട്ടിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. അവരുടെ നേതാക്കൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ഉപദേശനായ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മന്ത്രിസഭയുടെ ഉപദേശം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസാണ് ഇതിനൊക്കെ പിന്തുണ നൽകുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത.